സുകന്യയുടെ വീട്ടുകാർ സംശയിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെങ്കിലോ? റിപ്പോർട്ടിൽ ഇവിടുന്ന് കൊണ്ടുപോയ ആഹാരത്തിൽ കൂടിയാണ് അവർക്കിങ്ങനെ പറ്റിയതെങ്കിൽ അത് എന്റെ ശ്രദ്ധ കുറവായി നിങ്ങൾക്ക് തോന്നില്ലേ മക്കളെ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നൂ? അമ്മ നോക്കിക്കോ, റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിരിക്കും, എനിക്ക് ഉറപ്പാ. അമ്മ ധൈര്യമായിട്ടിരിക്കേ. രഘു, നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് പോയി കിടന്നു. ഞാൻ അമ്മയോട് കുറച്ച് സംസാരിക്കട്ടെ. ശരിയേട്ടാ. ഗുഡ് നൈറ്റ് അമ്മ. രേഖ, കം. അമ്മേ, ഇപ്പൊ നടന്നത് രഘുവും അനിയത്തിക്കുട്ടിയും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ അറിയാലോ എന്താ സംഭവിക്കുമെന്ന്. അമ്മേ, സുകന്യയുടെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ മുതൽ ശ്രീലക്ഷ്മി ആകെ ടെൻഷനിലായിരുന്നു. എനിക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന നല്ല പേടിയുണ്ട് അവക്ക്. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും അമ്മയാണ് എന്നെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതെന്ന് ശ്രീലക്ഷ്മി കരുതുന്നു എന്നല്ല. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, അന്ന് ശാന്തി മുഹൂർത്തത്തിന് അവൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ആ പാൽ ഗ്ലാസ് താഴെ എറിഞ്ഞു പൊട്ടിച്ചത്. അതല്ല, ഈ പേടി കൊണ്ടാ. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ തോന്നിയതിൽ തെറ്റു പറയാൻ പറ്റില്ല മോനെ. പക്ഷേ എനിക്ക് അതോർത്തല്ല സങ്കടം. സുകന്യയുടെ വീട്ടിലെ കേസ് നമുക്കെതിരായി വരികയാണെങ്കിൽ ഞാൻ കാരണം ഇവിടെ ഓരോരുത്തരും സംശയത്തിന്റെ നിഴലിലാവില്ലേ? അതെങ്ങനെയാമ്മേ? ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ഉണ്ടായ ഈ സംശയം ഇവിടെ പലരുടെയും മനസ്സിലുണ്ടാവും. അവരാരും അത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ അമ്മയുടെ വെറും തോന്നല അമ്മേ. അമ്മ വന്നേ, എന്നിട്ട് അമ്മ തന്നെ എനിക്ക് ഭക്ഷണം എടുത്ത അമ്മയും കഴിക്കും. വാ. ഇല്ല രവി, നാളെ ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നൊന്നും കഴിക്കില്ല. ഞാൻ ആർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുന്നുമില്ല. അമ്മേ, ഇതുവരെ എന്റെ മനസ്സിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല മോനെ. നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം അമ്മ കഴിച്ചതിന് ശേഷം മക്കള് കഴിച്ചാ മതി. കാരണം നിങ്ങൾക്കാർക്കും ഒരാപത്തും വരാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് എനിക്ക് മാത്രമായിരിക്കണം. അങ്ങനെ നിങ്ങളെ അപായപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതാദ്യം അമ്മയായിരിക്കണം. അമ്മയ്ക്ക് പറ്റിയാ മതി അത്. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാര്, ഈ ലോകത്തെ ഏറ്റവും കൊടിയ ശാപം കിട്ടിയ അമ്മമാര്. ആ ഒരു ശാപം എനിക്ക് സഹിക്കാൻ വയ്യ മോനെ. അമ്മയിൽ നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ഇതൊക്കെ. അത് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. താൻ കുറ്റക്കാരനാണെന്ന് ഒരാൾ സ്വയം സംശയിച്ചു തുടങ്ങിയാൽ അന്ന് തീരും അവരുടെ സമാധാനം. ഇനി കൂടുതൽ സംസാരിച്ച് അമ്മയെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. വാ, കിടക്ക്. ഇനി വേറൊന്നും ഓർക്കണ്ട, പ്ലീസ്. ലക്ഷ്മി, എന്താ തന്റെ ഉദ്ദേശം? താനിപ്പോ ഇവിടെ കാണിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. അത് സർ, ആ സമയത്ത് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. സാറിന്റെ സേഫ്റ്റി മാത്രമേ എന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സേഫ്റ്റി? എന്ത് സേഫ്റ്റിയാ താൻ ഉദ്ദേശിക്കുന്നത്? എന്നാരെങ്കിലും അപായപ്പെടുത്തുന്നു? അതോ കൊന്നുകളയുന്നു? ഇതിലും ഭേദം ആരെങ്കിലും കൊല്ലുന്നത് തന്നെയാ. എന്റെ സേഫ്റ്റി നോക്കാൻ ഇവിടെ രാജാറാമും സാൻഡ്രയും സെക്യൂരിറ്റി എല്ലാം ഉണ്ട്.
തന്റെ ജോലി അതല്ല. പിന്നെ എന്താണ് സാർ എന്റെ ജോലി? ഈ നടക്കുന്നൊക്കെ കണ്ട് സമാധാനായിട്ടിരിക്കണമെന്നാണോ? സാറിന്റെ സേഫ്റ്റി നോക്കാൻ ഇത്ര ആളുണ്ടായിട്ടും വിഷം ചേർത്ത ഭക്ഷണം എങ്ങനെ നമ്മുടെ ബെഡ്റൂം വരെ എത്തി? അത് സാറ് ചിന്തിച്ചോ ഒരു വട്ടമെങ്കിലും? അങ്ങനെ പറയാനും മാത്രം എന്ത് തെളിവാ തന്റെ കയ്യിലുള്ളത്? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചതിന്റെ കുഴപ്പമാണോ അല്ലയോ എന്നുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലല്ലേ പറയാൻ പറ്റൂ. അത് മനസ്സിലാക്കാൻ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല സാർ എനിക്ക്. നമ്മളെ രണ്ടാളെയും രണ്ടായി പിരിക്കാൻ ശ്രമിക്കുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ആ ആൾ താൻ തന്നെയാണ് ശ്രീലക്ഷ്മി. എന്നോടൊപ്പം ഒരു കുടുംബമായി സന്തോഷത്തോടെ പോകുന്നതിന് പകരം താൻ എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു പരിധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഇതെല്ലാം ആ പരിധിക്കും അപ്പുറമാണ്. ഈ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കുന്നത് എന്റെ അമ്മയും അനിയനും അവന്റെ ഭാര്യയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഈ പറഞ്ഞവരിൽ ആരെയാണ് ശ്രീലക്ഷ്മിക്ക് സംശയം? രഘുവിന്? അതോ അനിയത്തിക്കുട്ടിയോ? അതോ അമ്മയോ? ഇനി അമ്മ അങ്ങനെ എനിക്ക് വിഷം തന്നാൽ തന്നെ ഉറപ്പായിട്ട് ഞാനത് കഴിച്ചിരിക്കും. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അമ്മ മാത്രമാണ്. താൻ അതിന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. ആ അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഭാര്യയായ തന്നെ. അങ്ങനെയുള്ളപ്പോൾ താൻ അമ്മയെ സംശയിക്കുന്നുണ്ടെങ്കിൽ തന്റെ പോക്കും വഴികളും രീതിയും ഒക്കെ ഒന്നുകൂടെ പുനർപരിശോധിക്കുന്നത് നല്ലതായിരിക്കും ശ്രീലക്ഷ്മി. തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും ശരി, അത് വെച്ച് ഈ വീട്ടിലെ ഓരോരുത്തരെയും സംശയിക്കാനാണ് തന്റെ പുറപ്പാടെങ്കിൽ അത് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. തനിക്ക് ഭർത്താവില്ലെങ്കിൽ അമ്മയുണ്ട്, അച്ഛനുമുണ്ട്. എനിക്ക് ഭാര്യയില്ലെങ്കിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇത്രയും നാൾ ഞാൻ ഓരോന്ന് ക്ഷമിച്ചും സഹിച്ചു നിന്നത് തന്നെ അന്ധമായി സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ്, വിശ്വസിച്ചിരുന്നതുകൊണ്ടാണ്. ഇത് രണ്ടും താനിപ്പോ താനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല ശ്രീലക്ഷ്മി. സാർ, എന്നോട് ഇങ്ങനൊന്നും ദേഷ്യപ്പെടരുത്. ദേഷ്യമല്ല, സഹതാപമാണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത്. ഞാനെടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ എന്റെ സമാധാനം കെടുത്തിയിട്ടില്ല. പക്ഷേ തന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് പലപ്പോഴായിട്ട് താൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾക്കൊടുവില് നമ്മൾ തമ്മിൽ ഒന്നായത്. അതെല്ലാം മറന്നാണ് ഇപ്പോഴുള്ള തന്റെ ഓരോ പ്രവൃത്തികളും. എന്റെ തന്നെ മനസ്സാക്ഷിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലതും. അങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം മറ്റൊരാളോട് പറഞ്ഞ അവർക്ക് എത്രത്തോളം മനസ്സിലാകാനാ? ശ്രീലക്ഷ്മി എന്ന വ്യക്തിയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് എന്നോടുള്ള സ്നേഹത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നല്ലതിനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്നേഹിച്ച ശ്രീലക്ഷ്മി എങ്ങനെയാണെന്നും എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള തന്നെ ഒരു തരത്തിലും എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീലക്ഷ്മി. സാർ പ്ലീസ്, വേറെ എന്ത് പറഞ്ഞാലും സാറിനോട് എനിക്കുള്ള ഇഷ്ടത്തിന് കുറവുണ്ടെന്ന് മാത്രം പറയരുത്. എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി നിൽക്കുന്നിടം വരെയുള്ള കാര്യങ്ങളിലെത്തിയത്. അത് തെളിയിക്കാനും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും എനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം. കാരണം എനിക്ക് സാറിനോട് ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പറയാൻ തനിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ തന്റെ പ്രശ്നം? താൻ വലിയൊരു ബോംബും കൊണ്ടാണ് നടക്കുന്നതെന്നോ? അതോ താൻ തീവ്രവാദിയോ മറ്റാണോ? ഇതൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ച് തന്റെ കൺട്രോൾ തന്റെ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കുക. സമനില തെറ്റിയതുപോലെയാ താനിപ്പോ. യു ഹാവ് ആൻ അൺബാലൻസ്ഡ് മൈൻഡ്. യു ആർ സിക്ക്.
തളരരുത് ശ്രീലക്ഷ്മി. ഒരു വലിയ സത്യം കണ്ടെത്താൻ ഇതുപോലുള്ള കടമ്പകൾ പലതും നിനക്ക് താണ്ടേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ ക്ഷമയാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് സഹനവും. നിങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി സഹിക്കുക, ക്ഷമിക്കുക. രാജാറാം, Are you sure? Ah. Oh, okay. അമ്മേ, അമ്മേ. അമ്മേ. മോനെ, ആ അമ്മേ, രാജാറാം ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് സുകന്യയുടെ അമ്മയുടെ ശാരീരികാവസ്ഥയ്ക്കും വളർത്തുനായയുടെ മരണത്തിന് കാരണമായ പോയിസൺ ഇവിടുന്ന് കൊണ്ടുപോയ സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ട് സംഭവിച്ചതെല്ലാം തെളിഞ്ഞു. സ്വീറ്റ്സിൽ പോയിസൺ ഇല്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. മറ്റെന്തോ കഴിച്ചപ്പോൾ ഉണ്ടായ ഫുഡ് പോയിസൺ ആണ് ഈ 2 ഇൻസിഡന്റുകൾക്കും കാരണം. സുകന്യയുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായി. അതിനുശേഷം ഒരു 100 തവണ ഈ കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് ഞാൻ കരുതിയതാ. ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അമ്മ മാപ്പാക്കണം. ഇനി ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മേ. ഇനി നീ എന്തു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടും കാര്യമില്ല ശ്രീലക്ഷ്മി. ഇനി എന്നും നിന്റെ സ്ഥാനം ആ കാൽക്കീഴിൽ തന്നെയാ. നീ കരയേണ്ട മോളെ. അമ്മയ്ക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ അമ്മയ്ക്ക് വിഷമായി എന്നുള്ളത് നേരാ. അത് മോള് കാര്യമാക്കണ്ട. അമ്മയും മക്കളും ഒക്കെ ആവുമ്പോ പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. എനിക്കുണ്ടായ സങ്കടങ്ങൾ നീ കാര്യമാക്കണ്ട മോളെ. അമ്മ വന്നേ. അമ്മേ, ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് പാടില്ല. അമ്മയൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അമ്മ തന്നെ എനിക്ക് വാരി തന്നാ മതി. ഈ രേഖയുടെ വാക്ക് കേട്ട് നേരത്തെ കഴിക്കണ്ടായിരുന്നു. അമ്മേ, എനിക്കും കൂടെ.
സുകന്യയുടെ വീട്ടിലെ പട്ടിയെത്തതും സുകന്യയുടെ അമ്മ ആശുപത്രിയിലായതും ഇവിടുത്തെ സ്വീറ്റ്സ് കഴിച്ചിട്ടല്ലെന്ന് ഡോക്ടറും ഫോറൻസിക് ഓഫീസറും പറഞ്ഞു അത്രേ. കുറച്ച് കാശ് ചെലവായെങ്കിലും രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായാൽ ഇങ്ങനെ വേണം. വാങ്ങുന്ന കാശിനോട് കൂറ് കാണിച്ച് സത്യസന്ധരായി ജോലി ചെയ്യണം. എക്സ്ക്യൂസ് മീ മാഡം. സാന്ദ്ര, കയറി വാടോ. അനുവാദമൊക്കെ ചോദിച്ചു വരാൻ ഇത് ഓഫീസല്ലല്ലോ, വീടല്ലേ. സാന്ദ്രയ്ക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള വീട്ടില് എവിടെ വേണേലും ഏത് സമയത്തും കയറി വരാലോ. അതിനുള്ള പെർമിഷൻ മദറിലോ സീലടിച്ച് തന്നിട്ടുണ്ടല്ലോ. പഠിച്ചതും ശീലിച്ചതുമായ സാമാന്യ മര്യാദകള് മറക്കാൻ കഴിയില്ലല്ലോ മാഡം. അല്ല, മാഡം എന്തിനാ ഓഫീസിലേക്ക് പോകും മുമ്പ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ വീടിനെയും ഇവിടുത്തെ ഒരു അംഗത്തെയും സംബന്ധിച്ചിട്ടുള്ള കാര്യമാവുമ്പോ അത് പറയേണ്ടതും ഇവിടെ വെച്ച് തന്നെയല്ലേ. അതൊക്കെ സംസാരിച്ച് നമ്മളൊരു ധാരണയിലെത്തിയ ശേഷം ഒരുമിച്ച് ഓഫീസിലേക്ക് പോവാം. മാഡം, എനിക്കറിയാം മാഡത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് ശ്രീലക്ഷ്മിയെ കുറിച്ചായിരിക്കുന്നു. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. മാഡം റെഡിയാണെങ്കിൽ വന്നോളൂ, ഞാൻ മാഡത്തെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീലക്ഷ്മിയെ കുറിച്ചല്ലെങ്കിലോ? എനിക്ക് സാന്ദ്രയോട് പറയാനുള്ളത് ബ്രദറിൻലോയുടെ കാര്യമാ. സാറിന്റെ കാര്യോ? സാറിന്റെ എന്ത് കാര്യം? പറയാം. ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങളിൽ അടിമപ്പെട്ടു പോവാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും കാണിച്ചാലും ആണുങ്ങൾ അതൊക്കെ അങ്ങ് മറക്കും. അവർക്കറിയാം അവള് ചെയ്തതൊക്കെ തെറ്റാണെന്ന്. എങ്കിലും അവരത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ നോക്കും മിക്കപ്പോഴും. പക്ഷേ ഇങ്ങനെയുള്ള ആണുങ്ങളുടെ ക്ഷമ നശിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലര് വലിയ ഡിപ്രഷനിലേക്ക് പോവും, ചിലര് സൂസൈഡ് ചെയ്യും, ചിലര് മറ്റൊരു ജീവിതം കണ്ടെത്തും. ഇവിടെ ബ്രദറിൻലോ ഇതിലേത് ചൂസ് ചെയ്യുന്നത് സാന്ദ്രയ്ക്ക് ഇഷ്ടം? മാഡം പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നുള്ളതാണ് മാഡം ചോദിച്ചതിന്റെ ഉത്തരം. എനിക്കും വ്യക്തമായി അറിയില്ല, ഇവിടെ പറയുന്നത് കേട്ടത്. ബ്രദറിൻലോയുടെ ആദ്യ ഭാര്യ രാജനന്ദിനി മരിച്ച സമയത്ത് ബ്രദറിൻലോ വലിയ ഡിപ്രഷൻ നേരിട്ടൊരു വ്യക്തിയാണ്. ഇനിയോ ആ മനുഷ്യനെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ശരിയാണോ? അടുത്തത് സൂയിസൈഡാണ്. ബ്രദറിൻലോ അത്തരം ഒരു ഭീരുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ളത് മറ്റൊരു ജീവിതം കണ്ടെത്തുക എന്നുള്ളതാ. ഞാൻ പറഞ്ഞ ഇവ മൂന്നും ഒരു പെണ്ണ് മുഖാന്തരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. ശ്രീലക്ഷ്മിയെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ബ്രദറിൻലോയുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ. അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളുണ്ട് സാന്ദ്ര. ബ്രദറിൻലോയും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരുടെ സ്വകാര്യ മുറിയിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ എത്തി. സാന്ദ്ര അറിഞ്ഞോ? ഇന്നലെ രാത്രി ബ്രദറിൻലോ ഒരു വക കഴിച്ചിട്ടില്ല. ഡൈനിങ് ടേബിളിൽ നിന്ന് ഇനി ചെന്ന് നിൽക്കാൻ പോകുന്നത് കുടുംബ കോടതി വരാന്തയിലാവൂന്ന് എനിക്ക് തീർച്ചയാ. മാഡം, ഇപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാൻ പറ്റും സാന്ദ്ര. പക്ഷേ അത് എനിക്കല്ല, സാന്ദ്രയ്ക്ക്.